ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ, അച്ഛനെങ്ങനുണ്ട്? സമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ട്രോക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. ഡോക്ടർ, ഞങ്ങള് ഒന്ന് അകത്തേറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. പക്ഷെ അധികം സംസാരിപ്പിക്കരുത്. ആ ഇല്ല ഡോക്ടർ. സന്ദീപേ വാ. അതെ, നിക്ക്. അവര് കണ്ടിട്ട് വരട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ഛൻ വലിയ ടെൻഷനിലായിരുന്നു. ശരിക്കും പറഞ്ഞ സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛനതൊന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നന്ദേട്ടന്റെ കാര്യം സംഭവിച്ചതെല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി. എന്ത് സംശയം? നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്നാ അച്ഛന് സംശയം തോന്നിയത്. എന്നിട്ട് എന്നെയും കൂട്ടി അച്ഛന് പരിചയമുള്ളൊരു ജോത്സ്യനെ കാണാൻ പോയി. അവിടെ ചെന്ന് ജോത്സ്യം പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. ജോത്സ്യൻ എന്താ പറഞ്ഞേ? നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഈ അപകടങ്ങളെല്ലാം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആരംഭമാണെന്നാ ആ ജോത്സ്യം പറഞ്ഞത്. പൂർവികന്മാരെല്ലാരും കൂടി ചുട്ടുകൊന്ന ഏതോ ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ തറവാട്ടിൽ പുനർജനിക്കാൻ പോകുന്നു. ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിൽ നിന്ന് വന്ന് പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. ആ ടെൻഷൻ എല്ലാം കൂടി ഉള്ളിക്കൊണ്ട് നടന്നിട്ടാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്. ഇപ്പൊ നീ അച്ഛനെ കാണാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. നിന്നെ കണ്ടാലേ അച്ഛന് ചിലപ്പോ വീണ്ടും സ്ട്രോക്ക് വരും. ആ അതോടെ ചിലപ്പോ ആളങ്ങ് തട്ടിപ്പോയിന്ന് വരും. ജോത്സ്യം പിന്നെ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല.